ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി വൻ മലനിരകൾ നിറഞ്ഞ മിസോറാമിലേക്കും റെയിൽപാത നിർമ്മിച്ചിരിക്കുകയാണ് ഭാരത റെയിൽവേ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമഗ്ര വികസനമാണ് ഇതിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത്. മിസോറാം റെയിൽവേ പാത പ്രധാനമന്ത്രി നേരിട്ടെത്തി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇച്ഛാശക്തി കൊണ്ട് മാത്രം പൂർത്തിയാക്കിയ മിസോറാം റെയിൽപാതയുടെ വിശേഷങ്ങളിലേക്ക്. പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം കൊണ്ട് ശ്രദ്ധേയമാണ് മിസോറാം. തലയുയർത്തി നിൽക്കുന്ന ഒട്ടനവധി മലനിരകളാണ് മിസോറാമിൻ്റെ പ്രത്യേകത. ആ മലനിരകളെ കീറിമുറിച്ചാണ് ഈ റെയിൽപാളം ഇങ്ങനെ കടന്നു പോകുന്നത്. NDA കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷമാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെയിൽപാത എന്ന സ്വപ്നത്തിന് ചിറക് വിരിച്ചത്. സ്വപ്നം എന്ന് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല. ഈ മലനിരകൾ കടന്ന് ഇവിടേക്ക് ട്രെയിൻ എത്തുമെന്നത് മിസോറാം നിവാസികൾ സ്വപ്നം പോലും കണ്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്രമേൽ വെല്ലുവിളികളാണ് പാതയുടെ നിർമ്മാണത്തിൽ ഇവിടെ റെയിൽവേയും നേരിട്ടത്. വർഷത്തിൽ 8 മാസത്തോളം നീളുന്ന കനത്ത മഴ, അതിശൈത്യം, തുടർച്ചയായ മണ്ണിടിച്ചിൽ, ഇങ്ങനെ നീളുന്നു പ്രതിസന്ധികൾ. വർഷത്തിൽ പലപ്പോഴും 4 മാസമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത്. കൊടുന്തണുപ്പിലും ആ സമയത്ത് റെയിൽവേ ജീവനക്കാർ വിശ്രമമില്ലാതെ ജോലിയെടുത്തു. മിസോറാമിലെ സാരംഗിൽ റെയിൽവേ നിർമ്മിച്ച ഈ പാലം കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം വലിയ വെല്ലുവിളികളാണ് റെയിൽവേ ഈ പാതയുടെ നിർമ്മാണത്തിൽ നേരിട്ടതെന്ന്. വനങ്ങളാൽ ചുറ്റപ്പെട്ട മേഖലകളിൽ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതും വെല്ലുവിളിയായി. 51.38 കിലോമീറ്റർ നീളത്തിലാണ് റെയിൽപാത മലനിരകളിലൂടെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഒരു പാത യാഥാർത്ഥ്യമാകുമ്പോൾ അതിനു പിന്നിൽ ഒട്ടേറെ പേരുടെ ഇച്ഛാശക്തി കൂടിയുണ്ട്. തോൽപ്പിക്കാൻ നോക്കിയ പ്രകൃതിയെ പുഞ്ചിരിയോടെ നേരിട്ടവർ, പിന്മാറാൻ ഒരുക്കമല്ലെന്ന പ്രവൃത്തിയിലൂടെ മാത്രം തെളിയിച്ചു തന്നവർ. ഇവർക്കൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും ഇന്ത്യൻ റെയിൽവേയുടെയും അകമഴിഞ്ഞ പിന്തുണ കൂടിയാണ് ഈ വലിയ നേട്ടങ്ങൾക്ക് പിന്നിൽ. ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് റെയിൽപാത നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ പാത നിലവിൽ വരുന്നതോടെ മിസോറാമിലെ ജനങ്ങളുടെ യാത്രാസമയവും ചെലവും ഗണ്യമായി കുറയും. അസമിലെ സിൽച്ചാറിൽ നിന്നും 3 മണിക്കൂർ കൊണ്ട് മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിലേക്ക് എത്താൻ കഴിയും. ചെങ്കുത്തായ മലനിരകളിലൂടെ നിലവിൽ റോഡ് മാർഗം 12 മണിക്കൂർ സഞ്ചരിച്ചാണ് ഐസ്വാളിൽ എത്താൻ കഴിയുക. ഈ ട്രെയിൻ സൈറംഗിൽ നിന്ന് നീങ്ങുന്നത് ചരിത്രത്തിലേക്ക് കൂടിയാണ്. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയത് യാഥാർത്ഥ്യമാക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കൂടി റെയിൽവേയുടെ ഭാഗമാക്കുമ്പോൾ ഇവിടുത്തെ സമ്പൂർണ്ണമായ വികസനം കൂടിയാണ് റെയിൽവേയും അതുപോലെ കേന്ദ്ര സർക്കാരും ലക്ഷ്യമിടുന്നത്. മ്യാൻമാറുമായും ബംഗ്ലാദേശുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് മിസോറാം. അതുകൊണ്ട് തന്നെ സായുധ സേനകൾക്കും ഈ റെയിൽപാത ഏറെ ഗുണകരമാണ്. സൈന്യത്തിന് അതിവേഗം അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാനും സാധന സാമഗ്രികൾ ഇവിടെ എത്തിക്കാനും കഴിയും. മിസോറാമിലെ ടൂറിസം സാധ്യതകൾക്കും ഈ റെയിൽപാത പുത്തൻ ഉണർവേകുമെന്ന കാര്യത്തിൽ സംശയമില്ല. യാത്രാക്ലേശം പരിഹരിക്കപ്പെടുന്നതോടെ വിനോദസഞ്ചാരികളുടെ ഒഴുക്കായിരിക്കും ഇവിടേക്ക്. ഈ മലനിരകൾ തന്നെയാണ് മിസോറാമിലേക്ക് വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നത്. എന്നാൽ യാത്രാ ചെലവ് കൂടുതലായതിനാൽ അത്ര വലിയ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഇവിടേക്കില്ല. തണുപ്പും കോടമഞ്ഞു പുതച്ച വൻ മലനിരകളും ഗോത്രവർഗ സംസ്കാരവുമൊക്കെ മിസോറാമിൻ്റെ പ്രത്യേകതയാണ്. പുതിയ റെയിൽപാത വരുന്നതോടെ കുറഞ്ഞ ചെലവിൽ ഇവിടെയെത്തി വിനോദസഞ്ചാരികൾക്ക് മിസോറാമിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയും. പരീക്ഷണ ഓട്ടത്തിനായി ട്രെയിൻ എത്തിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇവരുടെ ഈ ആവേശം. ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ട്രെയിൻ കാണാനായി ഗ്രാമവാസികൾ എത്തും. ബോഗികളിൽ തൊട്ടുനോക്കി നിന്നവരെ കോച്ചിനുള്ളിലേക്ക് കടത്തിവിട്ട റെയിൽവേയും ഇവരുടെ സന്തോഷത്തിനൊപ്പം നിൽക്കുന്നു. ഇവിടെ സെൽഫിയെടുത്തും മറ്റും സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ആഘോഷമാക്കുകയാണ് മിസോറാം ജനത.
2014 നവംബറിലാണ് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത്. 8,000 കോടി രൂപയ്ക്ക് മുകളിൽ ഈ റെയിൽപാത നിർമ്മാണത്തിന് ചെലവായി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സമഗ്രമായ വികസനം കൂടിയാണ് വെല്ലുവിളികൾ മറികടന്നും ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത്. മിസോറാമിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ഈ റെയിൽപാത രാജ്യത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തും. അതിനായുള്ള കാത്തിരിപ്പിലാണ് മിസോറാം ജനത.